കൊല്ലം കുണ്ടറ നാന്തിരിക്കിൽ ഗുണ്ടാ സംഘത്തിന്റെ വിളയാട്ടം. ഗുണ്ടാ സംഘത്തിലുള്ളയാളിനെ കാറിൽ കടത്തിക്കൊണ്ടുപോയി അഞ്ചാലുംമൂട്ടിൽ ഉപേക്ഷിച്ചു. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഈ ഒരു ഗുണ്ടാ ആക്രമണം, ഗുണ്ടാ സംഘത്തിന്റെ അങ്ങോട്ടും പരസ്പരമുള്ള ഒരു ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് അവിടെ സാഹചര്യത്തിൽ സംഭവിച്ചത്? ഇതിലൊരു ദുരൂഹതയുണ്ട്. ഇപ്പോൾ ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പോരിന്റെ ഭാഗമായി ആണോ ഇങ്ങനെ ഒരു കൃത്യം നടന്നത്, അതോ ഏതെങ്കിലും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ചുള്ള ഒരു ഡ്രാമയാണോ തുടങ്ങിയ പല കാര്യങ്ങളുടെ സംശയം ഉയരുന്നുണ്ട്. രണ്ട് സംഘങ്ങളായി ചെയ്തിരിഞ്ഞ് ഇവർ തങ്ങൾ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഈ തട്ടിക്കൊണ്ടുപോകലിന് മുമ്പിൽ ഈ പോവാൻ തയ്യാറായ പ്രതികൾ, അഭിലാഷ് തുടങ്ങിയ പ്രതികൾ, അവരാണെന്നാണ് ഇപ്പോൾ ഒരു സംശയം. അവരാണെന്നാണ് സംശയം. അപ്പോൾ അവരെ തേടി കർണാടക പോലീസ് ഇവിടെ 6 കോടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പിടികൂടാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു കുതന്ത്രമാണോ ഇതിന്റെ പിന്നിലെന്നൊരു സ്വാഭാവികമായ സംശയം ഉയരുന്നുണ്ട്. അത് പോലീസിന്റെ ഒരു സംശയം മാത്രമാണ്. ഇപ്പൊ കർണാടക പോലീസ് നിലവിലുണ്ട്. കേരള പോലീസും ഇപ്പോൾ ഈ പ്രതികളെ അന്വേഷിക്കുകയാണ്. ഓക്കെ, വ്യക്തമാണ് രാജ്കുമാർ. കൊല്ലം കുണ്ടറ നാന്തിരിക്കിൽ ഗുണ്ടാ സംഘത്തിന്റെ വിളയാട്ടം. ഗുണ്ടാ സംഘത്തിലുള്ള ആളെ കാറിൽ കടത്തിക്കൊണ്ടുപോയി അഞ്ചാലുംമൂട്ടിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.